കൊച്ചളിയ നോക്കിയ കൊച്ചളിയ എത്ര പേര് ട്രെയിനായിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നെന്ന്. ഇത് കണ്ടിട്ട് മത്സരമാണെന്ന് തോന്നുന്നില്ല. ഇവര് കൊള്ളക്കാരാണ്. ട്രെയിൻ കൊള്ളയടിക്കാൻ വന്നിരിക്കുകയാണ്. ഇവര് നമ്മള് കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാണ്. എടോ തന്റെ അടുത്ത് എന്തുണ്ടോ കൊള്ളയടിക്കാനായിട്ട്? എടോ ഞാൻ വലിയൊരു പണക്കാരനാണ്. സിറ്റിയിൽ എനിക്ക് വലിയൊരു ജുവലറി ഉണ്ട്. പാവപ്പെട്ടവനാണെന്ന് അഭിനയിച്ച് ഞാൻ സാധനങ്ങൾ കടത്തുകയാ. ആരും എന്നെ സംശയിക്കില്ലല്ലോ. പക്ഷെ എന്നെ പറ്റി ആരോ ന്യൂസ് കൊടുത്തു. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ അതിഭയങ്കരനായ ഒരു കൊള്ളക്കാരനാണ്. കൊള്ളക്കാരൻ ഫിരങ്കി. ട്രെയിൻ ഓൺ ട്രെയിൻ. താൻ എന്താ പറഞ്ഞത്? ട്രെയിനിലോട്ട് ചാടാനാ പറഞ്ഞത്. അത് താൻ പറയാതെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ട്രെയിനകത്തേക്ക് ചാടി അതിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും ഞാൻ കൊള്ളയടിക്കും. ഇന്ന് എന്തായാലും ഒരു നല്ല വേട്ട നടക്കാൻ പോവുകയാണ്. ഓഹോ, നല്ല വേട്ട നടക്കാൻ പോവുകയാണ്. താൻ എന്താ പറഞ്ഞത്? നിന്റെ ഈ അഭിനയം നിർത്തിയിട്ട് കാര്യത്തിലേക്ക് കടക്കാനാ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? കുഞ്ഞുനാള് മുതലേ ഹീറോയിൻ ആവാനാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്റെ തലയിൽ എഴുത്ത് ഞാൻ അവസാനം കൊള്ളക്കാരിയായി മാറി. ഓഹോ, നൗ അറ്റാക്ക്. ഇവിടെ വരൂ. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. എല്ലാവരെയും നമ്മൾ രക്ഷിച്ചേ മതിയാവൂ. ഇതിനേക്കാളും വലിയ കൊള്ളക്കാരെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഈ പീക്കിരി പിരങ്കി? അറ്റാക്ക്! സോർദാറേ, മുകളിലേക്ക് വാ. എന്തുവാടാ ഇതൊക്കെ? ഇത്രയൊക്കെ ചവിട്ടിയിട്ടും ഇവന്മാർക്ക് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. സംശയമുണ്ടോ? അത് ശരി, നീ ഏറ്റുമുട്ടാൻ പോവുകയാണോ? എടേ, സൈസ് കണ്ടിട്ട് ആരെയും വില ഇരുത്തല്ലേ. എന്നാ പിടിച്ചോ. നമ്മൾ ഈ സേട്ടിന്റെ സ്വത്ത് രക്ഷിക്കാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇയാള് കിടന്ന് ഉറങ്ങുവാണല്ലോ. സോർദാർ പോപ്പൺ, ഞാൻ ഹണിയുടെ അടുത്തേക്ക് പോവുകയാ. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ. എന്റെ ചേട്ടായി എന്താ പറഞ്ഞത്? അത് പിന്നെ വാട്ട് ഈസ് എന്നാ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാ. വാട്ട് ഈസ് എന്ന് വെച്ചാൽ ചോദിക്കാണ് എന്താ കാര്യമെന്ന്. നമ്മുടെ ആൾക്കാരെല്ലാം അവരിടിച്ച് പഞ്ഞി കെട്ടി വെച്ചിരിക്കുക. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ ബുദ്ധി. ഇന്ന് ഒരു പക്ഷേ ഉമാരെ ജയിച്ചിരിക്കാം. പക്ഷെ നാളെ നമ്മുടേതായിരിക്കും വിജയം. മന്മാരിലാൽ. മന്മാരിലാലോ? അല്ല, അതാരാണോ? അതെന്റെ കൊച്ചച്ഛന്റെ വല്യച്ഛന്റെ ചേട്ടന്റെ അനിയന്റെ മോൻ. അവൻ ഇട്ടിരിക്കുന്നത് പാൻ കടയാണ്.
Leave catch you. എടാ പൂച്ച വിടറാ, എന്നെ വിടാനാ പറഞ്ഞത്. വിടറാ, വിടൂ. കൊച്ചളിയ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. കൊച്ചളിയ ഞാൻ ആകെ പേടിച്ചു പോയി. ആ കൊള്ളക്കാരൻ നിന്നെ കൊണ്ടുപോകുന്ന പേടിച്ചു. പക്ഷെ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. അതെ വലിയ താങ്ക് യു വെരി മച്ച്. എന്തായാലും നിങ്ങളുടെ ധൈര്യം കാരണം നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇവരെ എല്ലാവരെയും ആപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. സാധനങ്ങൾ എടുത്തോളൂ, നമ്മുടെ സ്റ്റേഷൻ എത്താറായി. അതാ നിൽക്കുന്നു മുത്തശ്ശൻ. ആഹാ, ഡോക്ടർ ബാലുവിന്റെ മുത്തച്ഛനും ഒരു കരടിയാണല്ലോ. ഇങ്ങോട്ടേക്ക് വരൂ. എന്ത് മണ്ടത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കരടിയുടെ മുത്തച്ഛൻ കരടി തന്നെ ആയിരിക്കും, അല്ലാതെ കൊരകനായിരിക്കില്ല. മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായ മണ്ടനാണല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ബുദ്ധിയില്ലാത്ത ഒരുത്തനെ കാണുന്നത്. ഇവിടെ വരൂ. എനിക്ക് സിറ്റിക്കകത്ത് ഒരുപാട് പണിയുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തിനാണ് വിളിച്ചതെന്നുള്ള കാര്യം വേഗം പറഞ്ഞോളൂ. അല്ലാതെ ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് വഴക്ക് കൂടരുത്. ഇങ്ങോട്ട് വരൂ. ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്? പക്ഷെ നീ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? യവന്മാരെ വെച്ച് എന്ത് ചെയ്യാനാകും? ശക്തി ഒന്നും തന്നെ ഇല്ല. യവന്മാരെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് പണി കിട്ടിയിരിക്കും. എന്റെ മുത്തശ്ശ, സൈസ് കണ്ട് വെറുതെ കൺഫ്യൂസ്ഡ് ആവല്ലേ? സംശയമുണ്ടോ? ആ പീരങ്കിയുടെ കയ്യിൽ കിട്ടിയാലേ മിഠായി ചവയ്ക്കും പോലെ ചവയ്ക്കും. നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ. ഫിരങ്കിയോ? അവനെ നമ്മുടെ ട്രെയിൻ അറ്റാക്ക് ചെയ്യാൻ വന്നേ. ഞങ്ങളെല്ലാം ശരിയായിക്കോളാം. അവൻ എന്താ ചെയ്യുന്നതെന്ന് താങ്കൾ വേഗം ഒന്ന് പറഞ്ഞേ. അവൻ എപ്പോഴും ഗ്രാമത്തിലേക്ക് വന്ന് ഡാൻസ് കളിച്ച് എല്ലാവരോടും 2 രൂപ ചോദിക്കും. ആ പീരങ്കി കൊള്ളക്കാരനാണ്. കൊള്ളയടിക്കുന്നതാണ് അവന്റെ പ്രധാന പണി. അങ്ങനെയാണെങ്കിൽ ഡാൻസ് കളിച്ച് 2 രൂപ ചോദിക്കുന്നില്ലേ? അതാരാണ്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആവശ്യമില്ലാതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്. വെറുതെ ശല്യം ഉണ്ടാക്കാതെ തിരിച്ചു വരുന്ന ട്രെയിനിൽ കയറി പോകാൻ നോക്ക. അയ്യോ കള്ളനോ? കള്ളൻ! അയ്യോ കള്ളൻ! നിങ്ങൾക്ക് എന്തായാലും എന്റെ ഒരുപാട് നന്ദിയുണ്ട്. ഇതിൽ മുഴുവൻ എന്റെ മകളുടെ സ്വർണ്ണാഭരണങ്ങളാണ്. വിഷമിക്കണ്ട, ഇതെല്ലാം ഞങ്ങളുടെ കടമയല്ലേ.
കൊള്ളാം, അടിപൊളി. നിങ്ങൾ ഒരു സംഭവമല്ല, ഒന്നൊന്നര സംഭവമാണ്. കരിമീൻ നിന്ന് കിട്ടുന്നത് ശർക്കരയാണ്, പാലിൽ നിന്ന് കിട്ടുന്നത് വെണ്ണയാണ്. എടാ കൊച്ചളിയ, ഇയാൾ നമ്മളെ പ്രശംസിക്കാണോ അതോ കളിയാക്കുവാണോ? പ്രശംസിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരൂ. നിങ്ങളുടെ പ്രവർത്തികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ പോലെ ഉള്ളവരെയാണ് നാടിന് ആവശ്യം. ധൈര്യമാണ് എല്ലാവർക്കും ആദ്യം വേണ്ടത്. അത് നിങ്ങളുടെ അടുത്ത് ഒരുപാടുണ്ട്. നിങ്ങൾ ഒരുപാട് നന്ദിയുള്ളവരാണ്. അയ്യോ അല്ലല്ല, എപ്പോഴും നന്ദി കാണിക്കുന്നത് സോർദാറാ. ഞങ്ങൾക്ക് ഇവനെ പോലെ എപ്പോഴും നന്ദി കാണിക്കാൻ പറ്റില്ല. എന്നാ ശരി, നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. വരൂ, ഞങ്ങൾ ഒരുപാട് ക്ഷണിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ ഫിരങ്കിക്ക് എന്താ വേണ്ടത്? എനിക്കെന്തോ ഇത് കോഴിയുടെ തൂവലായിട്ടാ തോന്നുന്നത്. Leave it. എന്നെ ഒന്ന് മനസമാനത്തോടെ കിടക്കാൻ വിട്. അറിയാതെ ചെയ്തു പോയതാ, ക്ഷമിച്ചേക്കേ. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നേ ഇല്ല. എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെല്ലാരെയും ഇങ്ങനെ പഞ്ഞിക്കിട്ടത്? എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. ഓരോ ഗ്രാമത്തിലും അരിച്ചു പെറുക്കും. എന്റെ അച്ഛനാണ് സത്യം, അവന്മാരെ ഞാൻ പിടിച്ചിരിക്കും. എന്റെ പൊന്നു കൊച്ചെ, അമ്മയാണ് സത്യം എന്നല്ലേ എല്ലാരും പറയാറുള്ളത്? അച്ഛന്റെ സ്നേഹം അറിയാത്ത നിനക്ക് എങ്ങനെയാടാ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുക? അച്ഛൻ എന്നും അച്ഛൻ തന്നെയാടാ. 24 മണിക്കൂറും ചുമച്ച് കവം തുപ്പുന്ന അച്ഛനാണെങ്കിലും ഈ മകളുടെ അടുത്ത് അച്ഛന് വലിയ സ്നേഹമാണടാ. അതുകൊണ്ട് ഒരു അച്ഛന്റെ സ്നേഹം എങ്ങനെ നിനക്ക് മനസ്സിലാവാനാണ്? Acting shut you. എന്താ ചേട്ടാ പറഞ്ഞത്? എന്റെ പൊന്നു കൊച്ചെ, നിന്റെ ഒടുക്കലത്തെ അഭിനയം ഒന്ന് നിർത്ത്. നടിയാ വേണ്ട, നീ എന്തിനാണ് ഈ കൊള്ളക്കാരിയായി മാറിയത്? ഞാൻ കൊള്ളക്കാരിയായിട്ട് മാറിയതൊരു വലിയ കഥയാണ് ചേട്ടാ. അതെന്താ കാര്യമെന്ന് വെച്ചാല്, കൊള്ളക്കാരിയുടെ അഭിനയം പഠിക്കാൻ വേണ്ടിട്ടാ ഞാൻ കൊള്ളക്കാരിയായി മാറിയത്. ഓ, ഇവളുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുവോ. നമ്മുടെ പ്ലാൻ മുഴുവൻ നശിച്ചു പോയിരിക്കുക. കിട്ടേണ്ട കാശ് ഒന്നും തന്നെ കിട്ടിയില്ല. അതിനു മുമ്പ് അറിയേണ്ടത് അവന്മാരൊക്കെ ആരാണെന്നാണ്. അഡ്രസ് പിടിക്കൂ. Who there? ഓ, എന്താ ചേട്ടൻ പറഞ്ഞത്? അഡ്രസ് 2. അതായത് അഡ്രസ് വേഗം തന്നെ കണ്ടുപിടിക്കൂ. അവന്മാരാരാണെങ്കിലും ശരി, നമുക്കിട്ട് തന്ന പണി അവന്മാർക്ക് തിരിച്ചു കൊടുത്തേ മതിയാകൂ. നമ്മളേതോ സാധാരണ കൊള്ളക്കാരെന്ന് കരുതിയ അവന്മാർ നമുക്കിട്ട് പണിഞ്ഞത്. അവന്മാർക്ക് കൊടുക്കാൻ പോകുന്ന പണി അവന്മാർ ഒരിക്കലും മറക്കരുത്. കൊച്ചളിയ, ഇവരെന്തിനാ നമ്മളെ പൂജിക്കുന്നത്? പൂജിക്കുന്നൊല്ലടാ, സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. അപ്പൊ സിറ്റിയിൽ നിന്ന് പിറങ്ങി ഒതുക്കാനായിട്ട് ആളിനെ എത്തിച്ചിരിക്കുകയാണല്ലേ? ആരാണിവർ? ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് നമ്മൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് നമ്മുടെ പാണ്ഡയല്ല. ഇവിടെ വരൂ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇവനിവിടെ പല വർഷങ്ങളായി ഉള്ളവനാണ്. ഇവനാണ് കൊള്ളക്കാരുമായി പോരടിക്കുന്നത്. ഇവൻ ഞങ്ങളിൽ ഒരുത്തൻ തന്നെയാണ്. മുത്തശ്ശ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഇത് ഞങ്ങളുടെ സിറ്റിയിലുള്ള പാണ്ഡയല്ലെന്നാണ് പറഞ്ഞത്. അതെ, അതെന്റെ ചേട്ടനാണ്. പാണ്ഡ, കാട്ടിലെ പാണ്ഡ. അതെ, നിങ്ങളെ കാട്ടി കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ കണ്ടപ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമായെന്നാ. നിങ്ങൾ ഗ്രാമത്തിലുള്ളവരെ രക്ഷിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കും. പക്ഷെ നിങ്ങളുടെയൊക്കെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും ഞങ്ങളെ സഹായിക്കുമല്ലോ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോരാടാം. ഇങ്ങോട്ട് വരൂ. ഞങ്ങൾ പോരാടുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്ക് അവരോട് പോരാടാനൊന്നും കഴിയില്ല. നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇവിടെ വരൂ മുത്തശ്ശ, ഇവൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കാൻ നോക്ക്. ഇന്ന് ഞങ്ങൾ പിരങ്കിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം. നാളെ ഇതുപോലുള്ള ഒരുപാട് പിരങ്കികൾ ഇവിടേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ ശരീരം നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ എങ്ങനെയാണ് ആ കൊള്ളക്കാരോട് പോരടിക്കുന്നത്? എടേ, സൈസ് കണ്ട് വെറുതെ കൺഫ്യൂഷൻ ആവല്ലേ. ഒരാനയെ വീഴ്ത്താൻ ഒരു ചെറിയ ഉറുമ്പ് മതി. അതാദ്യം മനസ്സിലാക്ക്. സംശയമുണ്ടോ? സത്യത്തിൽ ഞങ്ങളുടെ അടുത്ത് ആയുധം പോലും ഇല്ല.
ആവശ്യമുള്ള ആയുധങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് തുടങ്ങുന്നതായിരിക്കും. ഞാൻ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴെന്തിനാണ് വൃത്തിയാക്കാൻ ഇറങ്ങിയത്? എന്റെ മുത്തച്ഛ, വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയതല്ല, അവർ കൊള്ളക്കാരെ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. എന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത് വെച്ച് കൊള്ളക്കാരെ എങ്ങനെ ഓടിക്കാൻ കഴിയും? അവരെ എതിർക്കാൻ നമുക്ക് വേണ്ടത് കത്തിയും കുന്തവും തോക്കുമാണ്. അതെ, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ചേച്ചി, തൽക്കാലം നമ്മുടെ ബാൽ ഡോക്ടർ ഒരു കൊള്ളക്കാരനാണെന്ന് വിചാരിച്ചോ? അപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും? ഒന്ന് ചെയ്ത് കാണിച്ചേ. ഈ കൊള്ളക്കാരെ തല്ലാനായിട്ട് നിങ്ങളാരും സഹായിക്കില്ലേ? ഞങ്ങൾ സഹായിക്കാം. അയ്യോ വേണ്ട. അയ്യോ അടിക്കലേ. അയ്യോ മതി മതി, ഇങ്ങനെ ചെയ്താ മതി. ഇവിടെ വരൂ. ചെറിയൊരു ചോദ്യം ചോദിച്ചത് കൊണ്ട് നിങ്ങൾ എല്ലാവരും നാട്ടുകാരെ ഇളക്കി വിട്ട് ചൂലുകൊണ്ട് എന്റെ ശരീരം മുഴുവൻ പിടപടച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അത് പിന്നെ സോറി, ഹണി കാണിച്ച മണ്ടത്തരത്തിന് ഞാൻ മാപ്പ് ചോദിക്കുക. എന്തായാലും ഹണിയുടെ വിഡ്ഢിത്തരം കാരണം ഒരു കാര്യം നന്നായി മനസ്സിലായി. നാട്ടിൻ പുറത്തെ സ്ത്രീകളുടെ ശക്തി എന്താണെന്ന്. സംശയമുണ്ടോ? ഇങ്ങോട്ട് വരൂ. നിങ്ങൾ എന്തായാലും ഇങ്ങനൊരു കാര്യം ചെയ്തത് ഒട്ടും ശരിയായില്ല. ഗ്രാമത്തിലെ ആണുങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾക്കത് കാണണോ? കാണിച്ചു തരണോ? വേണ്ട, ഞങ്ങൾക്കറിയാം. പക്ഷെ അവരെ തോൽപ്പിക്കാനായിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ അഭ്യസിക്കണം. എല്ലാരും തയ്യാറാണോ? അടിപൊളി. എന്തായാലും ഇവരുടെ പ്ലാൻ നന്നായി മനസ്സിലായി. ഗ്രാമത്തിലുള്ള എല്ലാ കല്ലുകളും ആയുധമായിട്ട് വിചാരിച്ചോ. തൂങ്ങിക്കിടക്കുന്ന പാട്ടകളെല്ലാം കൊള്ളക്കാര്. അറ്റാക്ക്! എന്റെ കുടങ്ങളെല്ലാം പൊട്ടിച്ചു. ഇനി ഇതിന്റെ പൈസ എനിക്ക് ആരാ തരുന്നേ? അയ്യോ, ഞാൻ ഉന്നം പിടിച്ചതായിരുന്നു, പക്ഷെ മാറിപ്പോയതാണ്. നിങ്ങൾ എന്താ ഇതുവരെ ഗോലിയൊന്നും കളിച്ചിട്ടില്ലേ? നന്നായിട്ട് ഉന്നം പിടിക്കാൻ നോക്ക്. ഞങ്ങൾ ഇവിടെ കാക്ക എറിയാൻ വേണ്ടി മാത്രമേ കല്ലെടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ കൊള്ളക്കാരുമായിട്ട് വഴക്കിടണം പിന്നെ കല്ലെറിയണമെന്നൊക്കെ? എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ എല്ലാരും കരുതിക്കോ ഈ ഇരിക്കുന്നതൊക്കെ കാക്കയാണെന്ന്. ഇങ്ങോട്ട് വരൂ. ഇപ്പൊ ഞങ്ങളും കൺഫ്യൂസ് ആയിരിക്കുകയാണ്. ഇതിലാരാണ് കൊള്ളക്കാരൻ? കാക്കയാണോ കൊള്ളക്കാരൻ, അതോ പാറ്റയാണോ കൊള്ളക്കാരൻ? ഇപ്പൊ അതൊക്കെ കൊള്ളക്കാരാണ്. വേഗം കല്ലെറിയൂ. നന്നായി നോക്കിക്കോ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. എടാ, നന്നായിട്ട് ചെയ്യ്. ഇതെങ്ങാനും കൊളമായ പിന്നെ നമുക്ക് 8ന്റെ പണിയായിരിക്കും കിട്ടുക. അവരുടെ വഴി തടഞ്ഞ് അവരെ നമുക്ക് പിടിക്കണം. വേഗം ഈ വണ്ടി കൊണ്ടുപോയി അവരുടെ വഴി അടയ്ക്കൂ. സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ലേ? കഴിച്ചോ. കൊള്ളക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒന്നും കഴിക്കാനുണ്ടാവില്ല.
ഞാൻ കൊള്ളക്കാരനെ പോലെ അഭിനയിക്കാൻ വന്നതാണ്. എന്തിനാ എന്നെ ആവശ്യം ഇങ്ങനെ തല്ലുന്നത്? നിർത്തൂ നിർത്തൂ. എന്നാ വാ ചേച്ചി, ഇദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. കുട്ടികളെല്ലാം ഒളിച്ചിരുന്ന് ദാ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ മുതിർന്നവരാരും ഇതൊന്നും ഉപയോഗിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നേ. ഞാൻ പറയുന്ന കേക്ക്. നിങ്ങളുടെ അച്ഛനമ്മമാരൊന്നും പറയില്ല. ഫയർ! ഈ മാങ്ങയിലങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ പണി ഞാൻ തീർക്കും. പറഞ്ഞേക്കാം. വന്നോളൂ ഓരോന്ന്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോവാൻ നോക്ക്. നിങ്ങൾ ആക്രമിക്കേണ്ടത് നാട്ടുകാരെ അല്ല, ആ കൊള്ളക്കാരെയാണ് ആക്രമിക്കേണ്ടത്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരാണിത്? ഇങ്ങോട്ടേക്ക് വരൂ. അയ്യോ അമ്മച്ചി, സോറി മുത്തശ്ശ, സോറി. കണ്ടോ, ഇത് തെറ്റാണ്. നമ്മളിങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ആ കുപ്പിയാണ് ഉന്നം വെക്കേണ്ടത്. അടുത്ത അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടുത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേക്കാം. അയ്യോ! അടിപൊളി. നമ്മൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇവന്മാരുടെ പണി ഇതോടെ നമുക്ക് തീർക്കാം. കുറെ ദിവസമായിട്ട് ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി എന്തായാലും നിന്നെ നന്നാക്കാതെ ഞാൻ വിടില്ല. തുടങ്ങാൻ. എന്റെ ചേട്ടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ട്രാൻസിസ്റ്റർ അല്ല, ടിവി ആണ്. എന്തായാലും മെക്കാനിക്കിനെ വിളിച്ചാൽ മതിയാകൂ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മെക്കാനിക്കിനെ വേഗം തന്നെ വിളിച്ചോണ്ട് വരാനായിട്ടാണ്. ടേക്ക് അവേ. ഈ പ്രപഞ്ചത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി ഒരു നിമിഷം പോലും ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. സൂര്യൻ ഉദിച്ചാലും ശരി, ചന്ദ്രൻ വന്നാലും ശരി, ആരെയും ഞാൻ വിടാൻ പോകുന്നില്ല. നീ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞു വന്നതേ, നമ്മളെ പേടിച്ച് ആരും തന്നെ നമ്മളെ അടുത്തേക്ക് വരില്ലെന്നാ. ഷോ ഹിം മണി. ചേട്ടാ, അയ്യോ, എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് മനസ്സിലാക്കാൻ പോണില്ല. എടാ, എന്താ കാര്യം എന്ന് വെച്ചാ വേഗം പറയാൻ നോക്ക്. എന്റെ പൊന്നു ചേട്ടാ, എന്താ കാര്യം? അവന്മാരാ ചോട്ടൻ ഗ്രാമത്തിലുണ്ട്. നമുക്കെതിരെ ആൾക്കാരെ അവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാരവിടെ. എന്റെ ചേട്ടാ, ഇത് ശരിയാവില്ല. നമുക്ക് അവന്മാർക്കിട്ട് ഒരു പണി കൊടുത്തേ മതിയാകൂ. നമുക്കെതിരായിട്ട് ഒരു ഈച്ച അനങ്ങിയാൽ പോലും അവന് നമുക്ക് പണി കൊടുത്തേ മതിയാവൂ. എന്താ പറഞ്ഞത്? എന്താ ഇത്? എന്താ പറഞ്ഞത് ചോദിക്കുന്നത്? എന്ത് പറഞ്ഞാലും എന്താ പറഞ്ഞത് ചോദിക്കോ നീ? ഒരു ശകലം ഇംഗ്ലീഷ് പോലും നിനക്കറിയില്ലേ? റൈറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന്. എന്റെ ചേട്ടാ, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ കട അവന്മാർ കിട്ടേ മതിയാകൂ. നമുക്കെതിരായിട്ട് ആരും ചലിക്കാൻ പാടില്ല. ചലിക്കുന്ന അവന്മാരെ നമുക്ക് ചില്ലിട്ട് ചോരിൽ വെക്കണം. എന്റെ അച്ഛനാണ് സത്യം. നാളത്തെ ദിവസം അവന്മാർ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാനും പറഞ്ഞിട്ട് ഒന്ന് നിക്ക്.
എല്ലാരും തയ്യാറാണോ? Citizen my enemy, where is it? Citizen my enemy, where is it? എന്താ പറഞ്ഞേ? എന്റെ പൊന്നു കൊച്ചെ, കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞത് ആ സിറ്റിയിൽ നിന്ന് വന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്നാണ്. സിറ്റിസൺ വേരീസ്, അതായത് ഞാൻ ചോദിക്കാണ് അവന്മാർ എവിടെയാണെന്ന്. എടോ ഗ്രാമത്തിലുള്ളവന്മാരെ, എല്ലാവർക്കും ജീവൻ വേണമെങ്കിൽ വേഗം തന്നെ പറഞ്ഞോളൂ. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുങ്കാറ്റ് പോലെയാണ്. അതെങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ പൊക്കിക്കൊണ്ടു പോകും. Okay, no answering mission. Anger is coming. Burn a village. എന്താ പറഞ്ഞേ? ഗ്രാമത്തിന് മുഴുവൻ തീക്കിരയാക്കാനാണ് ഞാനിപ്പോ പറഞ്ഞത്. ആക്രമിക്കൂ. അയ്യോ, എന്നൊന്നും ചെയ്യില്ലേ, ചെയ്യില്ലേ. അയ്യോ, വിട്ടേക്ക്, വിട്ടേക്ക്. ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇയാളെ പിടിച്ചത്, പിന്നെ എന്തിനാ അയാളെ വിടാൻ പറഞ്ഞത്? അപ്പൊ നീ രക്ഷപ്പെട്ടു അല്ലേ കുഞ്ഞാ? എടാ മൊട്ടത്തലയും കട്ടപ്പ, എന്തിനാടാ ഇങ്ങനെ കിടന്ന് ഇളിക്കുന്നേ? സൈസ് വെച്ച് ആരെയും ചെറുതാക്കല്ലേ, സംശയണ്ടോ? ഇവിടെ വരൂ. ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ എന്തിനാണ് കൊള്ളയടിക്കുന്നത്? ഇന്ന് ഞങ്ങൾ പിരങ്കിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം. എന്താ പറഞ്ഞത്? നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുളക് പൊടി എടുത്ത് വീശ.
എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വെള്ളത്തിനകത്ത് മുളക് പൊടിയെന്നാണ്. എന്റെ കണ്ണു വല്ലാതെ എരിഞ്ഞു വയ്യ. ദാ പിടിച്ചോ. ഇന്നിവിടുന്ന് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്താ പറഞ്ഞത്? ഓ എന്റെ പൊന്നു കൊച്ച ഓടാൻ വേണ്ടിയാ നിന്നോട് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന് നിങ്ങൾ പറയേണ്ടത് രണ്ടെന്നല്ലേ മനുഷ്യ? എന്റെ പൊന്നു കൊച്ച ഒന്ന് വേഗത്തിൽ ഓടാൻ വേണ്ടി പറഞ്ഞതാ. അവരെ പിന്നാലെ പോ. വേണ്ട വേണ്ട, ഒരു പ്രയോജനവുമില്ല. അവരെന്തായാലും ഓടിപ്പോയി, ഇനി ഇങ്ങോട്ട് വരില്ല. നമ്മളവരെ പിടിച്ച് എങ്ങനെയെങ്കിലും ജയിലിനകത്താക്കണം. ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ അവരുടെ സ്ഥലത്ത് പോയി അവരെ നമ്മൾ അറസ്റ്റ് ചെയ്യണം. ആ അതെ, ഈ പ്ലാൻ എന്തായാലും കൊള്ളാം. ഇങ്ങോട്ട് വരൂ. ഇന്നാണ് ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ട് വിജയം കൈവരിക്കാനായത്. ആദ്യമായിട്ടാണ് കൊള്ളക്കാർ കൊള്ളയടിക്കാതെ ജീവനും കൊണ്ട് ഓടിയത്. ആ പിരങ്കിക്ക് ഞാൻ ഒരുപാട് തൂവലുകൾ സമ്മാനിച്ചു. അപ്പൊ അവൻ എവിടെയൊക്കെ ഇരിക്കുമോ അപ്പോഴൊക്കെ അവൻ എന്നെ ഓർക്കും. സംശയമുണ്ടോ? അവന്മാര് നമുക്ക് 8ന്റെ പണിയാണല്ലോ തന്നത്. ഇത്രയും കുത്ത് ആർക്കും കിട്ടിയാലോ അവര് വെറുതെ ഇരിക്കില്ല ചേട്ടാ. ഷൂന്ന് പറഞ്ഞവര് പറക്കും. I am living not. എന്താ പറഞ്ഞത്? അവന്മാരെ വിടില്ലെന്നാ പറഞ്ഞത്. ശരിയാണ് ചേട്ടാ. എന്റെ കയ്യില് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട് കേട്ടോ. ഉണ്ടോ? എന്റെ ചേട്ടാ, ആ ഗ്രാമത്തിലുള്ള കരടി ഉണ്ടല്ലോ, അവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ കരടിയെ നമുക്ക് ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാല് അതിന് പകരമായിട്ട് ആ സിറ്റിയിലുള്ളവന്മാരെ നമുക്ക് ഇങ്ങോട്ട് ചോദിക്കാം. എന്തായാലും സംഭവം സൂപ്പർ ആയിരിക്കും. അവന്മാര് നമ്മുടെ കയ്യില്, കരടി നാട്ടുകാരുടെ കയ്യില്. അല്ല, പക്ഷെ ഇതൊക്കെ സമ്മതിക്കോ? സമ്മതിക്കും, തീർച്ചയായും സമ്മതിക്കും. നാട്ടുകാർക്കേ ആ വയസ്സൻ കരടിയുടെ അടുത്ത് ഭയങ്കര ബഹുമാനാണ്. അതുപോലെ സിറ്റിയിൽ നിന്ന് വന്ന ഒരുത്തൻ കരടിയുടെ ബന്ധുവും കൂടിയാണ്. ആ വയസ്സൻ കരടിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യും. എടാ കരടി, യു ഗോൺ. എന്താ പറഞ്ഞത്? എടാ കരടി, നിന്റെ പണി തീർന്നു. മനസ്സിലായി. ദാ ഒന്നിങ്ങോട്ട് നോക്കിയേ. ഞാൻ പറയുന്നത് നന്നായിട്ട് കേട്ടോ. നമ്മളെ തോൽപ്പിച്ചതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ളവരിപ്പോ വലിയ സന്തോഷത്തിലായിരിക്കും. നമുക്ക് ഇവിടുന്ന് പതുങ്ങി പോയി ആ കരടിയെ തട്ടിക്കൊണ്ടുവരാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇന്നത്തോടു കൂടി ആ കരടിയുടെ പണി തീർന്നു. അങ്ങോട്ട് നോക്കടാ, പീരങ്കി ഒറ്റയടിക്ക് തന്നെ ബോധം കെടുത്തി. ഇങ്ങോട്ട് വരൂ. ഞാൻ ബീരങ്കിയാണ്. എടാ പിരങ്കി, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ നിന്നെ പഞ്ഞിക്കിടും, പറഞ്ഞേക്കാം. ബാലുവിനെ പൊക്കാനായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും സ്റ്റേജിന്റെ പുറകിൽ പോയേ മതിയാകൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പറ്റി ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ വലിയ കൊള്ളക്കാരനാണ്. ഞാൻ വെറുതെ വിടില്ല, അത് ഞാനങ്ങ് പറഞ്ഞേക്കാം. അല്ല, നീ എന്തിനാ ഇങ്ങനെ മൂടി പുറച്ചിരിക്കുന്നത്? എനിക്ക് വല്ലാതെ തണുക്കുന്നു. നോക്ക്, ഞാൻ പറയുന്ന കേക്ക്. എല്ലാവരും നിർത്ത്. പറഞ്ഞത് മനസ്സിലായോ? ഇനി എന്തായാലും വെറുതെ നിൽക്കണ്ട, ഇവന്റെ പണി നമുക്ക് ഇപ്പൊ തന്നെ തീർത്തേക്കാം. മര്യാദയ്ക്ക് പൊയ്ക്കോ. നിങ്ങൾ എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് എന്റെ അച്ഛന്റെ അനുഗ്രഹമല്ലാതെ വേറൊന്നും തന്നെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇന്ന് എന്റെ കയ്യിൽ ബംഗ്ലാവ് ഉണ്ട്, അച്ഛനുണ്ട്. ഈ ബേലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പറഞ്ഞേക്കാം, ഞാൻ ബേലനാണ്, ബേലൻ. ഒരുപാട് കാര്യം നിന്നെ ഞാൻ ഇവിടെ കിടത്തി പരത്തി പൂരിയാണ്. എന്നോട് ഇതുവരെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചവരാരും തന്നെ ഇപ്പൊ ജീവനോടെ ഇല്ല. ഇവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, കൊല്ലവനെ. അങ്ങോട്ട് നോക്കടാ, പീരങ്കി ഒറ്റയടിക്ക് തന്നെ ബോധം കെടുത്തി. ഈ പീരങ്കിയെ വേഗം എടുത്തോണ്ട് പോയി ഗ്രാമത്തിന്റെ വെളിയിൽ തള്ളേ. നിക്ക്, ഞാൻ സഹായിക്കാം. നിക്ക്, പീരങ്കി എന്തായാലും ഞാനെ കൊണ്ടുപോകൂ. അല്ല, അതെങ്ങനെ നീ കൊണ്ടുപോകും? ഞാനതല്ലേത്, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ഓ അത് ശരി, അത്രക്കായോ? ഇപ്പൊ ശരിയാക്കി തരാം. ഇല്ല, ഇവരെ ഞാൻ തന്നെ കൊണ്ടുപോകും. എന്റെ പൊന്നു ചേട്ടാ, വിട്ടേക്ക്. ഇദ്ദേഹത്തിന് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഫിറങ്കി ഞങ്ങളോടൊപ്പമാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം തന്നെ തിരിച്ചു പോകും. അല്ലാതെ എടാ, പീരങ്കി പോയില്ലേ, ഇനി എങ്ങനെയാണ് നൗട്ടങ്കി ആവുക? എടാ മാധവാ, നീ പെരുങ്കി ആയിക്കോ. ഞാൻ എന്തായാലും കുറച്ചും കൂടി പക്കോടെ പോയി എടുത്തോണ്ട് വരാം. കാല് കുടുങ്ങി. ഓ, എന്റെ കാലാണോ കുടുങ്ങിയത്? ഓ, ആ, എടാ മോണ്ട, ഈ കാലല്ലടാ, എന്റെ മറ്റേ കാലാണ് കുടുങ്ങിയത്. എന്റെ അച്ഛനാണ് സത്യം. നീ ഇതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്റെ അമ്മയാണ് നിന്റെ പണി ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർക്കും. ഈ സാധനത്തിന് ബോധം വരുന്നതിന് മുമ്പ് നമുക്ക് വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോവാം. അല്ല, മുത്തശ്ശൻ എന്തിനാ താഴെ കിടത്തുന്നത്? ചേട്ടാ, ഞങ്ങൾ കിടത്തുന്നതല്ല, എഴുന്നേൽപ്പിക്കുന്നതാണ്. അത് ശരി, മുത്തശ്ശൻ എന്താ ഉറങ്ങിപ്പോയോ? അതല്ല, ബോധം കെട്ടി കിടക്കുന്നതാ. ഞങ്ങൾ ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവാ. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടിയും ഡോക്ടറാണല്ലോ. പക്ഷെ അദ്ദേഹം ഡാൻസ് കളിക്കല്ലേ. ഇദ്ദേഹത്തിന് ബോധം പോകുന്നതിന് മുമ്പ് പറഞ്ഞതാ അദ്ദേഹത്തെ അറിയിക്കരുതെന്ന്. ബോധം കെട്ടതിന് ശേഷവും ഞങ്ങളോട് പറഞ്ഞതാ. അയ്യോ, അത് ശരി, ബോധം കെട്ടതിന് ശേഷവും പറഞ്ഞായിരുന്നോ? അപ്പൊ ഭയങ്കര സീരിയസ് ആണെന്നാ തോന്നുന്നേ. ഞാൻ നിങ്ങളെ സഹായിക്കാം. എങ്ങോട്ടാ മുത്തശ്ശനെ കൊണ്ടുപോകേണ്ടത്? താവളത്തിലേക്ക്. ഇല്ലില്ല, താമസ സ്ഥലത്തേക്ക്. അവിടെ പോവാനായി ഇവിടുന്ന് ബസ്സിൽ പോകണം. ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയാവൂ. നീ ഞങ്ങളെ സഹായിച്ചാൽ മുകളിലുള്ളവൻ നിന്നെ സഹായിക്കും മോനെ. നിന്റെ സഹായം എനിക്ക് തീർച്ചയായും വേണം കുഞ്ഞേ. രാവിലെ തന്നെ ഈ ഹണി ഇവിടെ പോയി. ഇന്നലെ രാത്രി പാർട്ടിക്ക് ശേഷം അവനെ ഞാൻ കണ്ടിട്ടേയില്ല. ഇവിടെ വരൂ. എന്റെ മുത്തച്ഛനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തെയും എന്ന് വെച്ചാൽ മറ്റാരെയാണ് കാണാതായത്? അല്ല, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഇത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? കേൾക്കൂ കൂട്ടുകാരെ, മുത്തശ്ശൻ കരടി നിങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ വിട്ടുതരണം. ഹണി മുത്തച്ഛന് കിഡ്നാപ്പായിരിക്കാണോ? അതുകൊണ്ടാണ് അവരെ കാണാൻ പറ്റാത്തത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യവും ചെയ്തത്. അവസാനം എല്ലാ കാര്യങ്ങളും ഇങ്ങനെയായി പോയല്ലോ. അവസാനം പിരങ്കി നമ്മളെ വിളിച്ചിരിക്കുകയാണ് അവന്റെ താവളത്തിലേക്ക്. ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യുക? ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോയേ മതിയാവൂ. നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ല. ദേ നോക്ക്, അവരുടെ ജീവൻ അപകടത്തിലാണ്. കൊള്ളക്കാർ പറയുന്ന നമ്മൾ കേട്ടേ മതിയാവൂ. ഇല്ല, പേടിക്കണ്ട, അവർ വിളിച്ചിരിക്കുന്നത് ഞങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം. അത് ശരിയാ. ഇന്നത്തോടു കൂടി അവന്റെ കളി നമുക്ക് അവസാനിപ്പിക്കണം. അപ്പൊ സിറ്റിയിൽ നിന്ന് പിറങ്ങി ഒതുക്കാനായിട്ട് ആളിനെ എത്തിച്ചിരിക്കുകയാണല്ലേ? ആരാണിവർ? എന്നാ ശരി, വരൂ കൂട്ടുകാരെ. What is? Who is? Same is same water, same tiger. നെയിം ഹണി, ടോക്കിംഗ് ഇംഗ്ലീഷ്, വാക്കിംഗ് ഇംഗ്ലീഷ്. ഇവര് രണ്ടുപേരും എന്താ പറയുന്നേ? എനിക്കറിയില്ല, രണ്ടുപേരും ഇംഗ്ലീഷല്ല സംസാരിക്കുന്നത്. അതെ, ഒന്ന് നിക്ക്. ഇതുപോലെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
work with you, please. കീപ് യുവർ വർക്ക് വിത്ത് വർക്ക്. എന്റെ പണി ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നന്നായിട്ടുണ്ട്. വർക്ക് നോട്ടീസ് വിഷ് മീ ടോക്ക് ടു. എന്നോട് സംസാരിക്കാനാ പറഞ്ഞേ. ഇങ്ങോട്ട് വരൂ പീരങ്കി. ഇത് ഹണിയാണ്. നിന്റെ കഷ്ടകാലത്തിലാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്പം കഴിയുമ്പോൾ നിന്റെ കാതിൽ ചെമ്പരത്തി പൂ വെച്ച് കൊണ്ട് ഓടേണ്ടി വരും. നിനക്ക് ജീവൻ വേണമെങ്കിൽ എന്നെ മര്യാദയ്ക്ക് വിട്ടേക്ക്. ഓ, സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് വന്നാണോ നിങ്ങളുടെ കളി? എന്റെ അച്ഛനാണ് സത്യം. നിങ്ങൾ എല്ലാവരും ആശുപത്രിയിലേക്ക് പോകും. അതല്ലാതെ ഇനി വേറെ മാർഗമൊന്നുമില്ല. എന്താ പറഞ്ഞത്? സംഡു, അതായത് എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്യാൻ. ഒരുത്തനെ വെറുതെ വിടരുത്. എല്ലാത്തിനും നന്നായിട്ട് ഇറങ്ങിട്. ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടരുത്. ഇത് നിന്നെ കൊണ്ട് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റില്ല. അതിനെയോ? എന്നാ നോക്കാം. അയ്യോ, ഇയാളെ ആരെങ്കിലും നോക്ക്. ദേ ഇയാള് ബോധം കെട്ട് വീണു. ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ ഇങ്ങോട്ട് വീണപ്പോഴേക്കും 4 പേരുടെ ബോധം പോയി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ ഒറ്റയ്ക്ക് വാ, നമുക്കൊരു കൈ നോക്കാം. ഞാനല്ല വീരു. വീരുതോ പുറകില് നിപ്പോണ്ട്. ഹലോ, ഞാനാണ് വീരു. ഞങ്ങൾക്ക് വേണ്ട. വാങ്ങിച്ചോ പൈസ. ഇന്ന് നിന്നെ ഇടിച്ച് ഞങ്ങള് പിസയാക്കോടാ. ഉടൻ തന്നെ ഇവരെല്ലാരും അറസ്റ്റ് ചെയ്യൂ. ഇത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതായിരുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇനി നിന്റെ ഈ വൃത്തിയോട്ട് അഭിനയിക്കേ ജയിലിനകത്ത് പോയി ചെയ്താൽ മതി. ഇയാളുടെ ഒടുക്കത്തെ ഇംഗ്ലീഷ് കാരണം നമ്മളെല്ലാവരും കുടുങ്ങിയത്. എടോ, ഇതൊക്കെ ചെറിയ ഇംഗ്ലീഷ് അല്ലേ? ബാക്ക് എന്ന് പറഞ്ഞാലേ പുറകുവശം എന്നാണ്. ഇയാള് ചവിട്ടി മുന്നോട്ടാക്കും. വാങ്ങിക്കും.
നിങ്ങളുടെ സഹായത്താലാണ് ആദ്യമായി ഇത്രയും വലിയൊരു ഗ്യാങ്ങിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പ്രൊമോഷൻ കിട്ടും. താങ്ക് യു. നിന്റെ പ്രൊമോഷനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബീരെങ്കിലും അടുത്ത് നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. അതൊക്കെ ഇവര് കാരണമാണ് നടന്നത്. ഇതാണ് ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, സൈസ് കണ്ട് ആരെയും ചെറുതായി കാണരുത്. സംശയമുണ്ടോ? റൈറ്റീസ്, അത് ശരിയാണ്. ഹണി, വാട്ടീസ് ഫിരങ്കിയുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ അവന്റെ ഇംഗ്ലീഷിൽ നിന്ന് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയില്ല. ഇവിടെ വരൂ. ഇവിടെ നിന്ന് നമ്മൾ വെറുതെ സമയം കളയണ്ട. നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം. ഇങ്ങോട്ട് വരൂ. തേൻ കഴിച്ചാൽ നന്നായിട്ട് മധുരിക്കും, പാവയ്ക്ക കഴിച്ചാൽ കയ്ക്കും. മനസ്സിലായോ? നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ നല്ലത് നടന്നിരിക്കുന്നത്. ഇവിടെ വരൂ. മഴ പെയ്താൽ കൃഷിയിടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയും. മധുരമുള്ള സ്ഥലത്ത് ഉറുമ്പുകൾ നിറയും. ഇന്നേ ദിവസം നമ്മൾ ആഘോഷിക്കേണ്ട ദിവസമാണ്. ഇനി ഒരിക്കലും കൊള്ളക്കാരുടെ ശല്യം ഉണ്ടാവുകയില്ല. ഇനി എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകേണ്ട സമയം എത്തിയിരിക്കുകയാണ്. എന്തായാലും ബീരങ്കി പോയി. ഇനി വേറൊരു കൊള്ളക്കാരൻ വരുവാണെങ്കിലോ? നിങ്ങൾക്ക് ജയിക്കാനുള്ള വിദ്യ ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അത് മറ്റുള്ള ഗ്രാമവാസികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഏതെങ്കിലും കൊള്ളക്കാർ വന്നു കഴിഞ്ഞാൽ പിരങ്കി അടിച്ചോടിച്ചതുപോലെ അവരെ ഓടിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം. വെള്ളമില്ലാതെ പാത്രം കഴുകാൻ പറ്റില്ല. ഇനി പേടിക്കണ്ട, എല്ലാവരും ധൈര്യമായിരിക്കൂ. ഇവർ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം എന്തെങ്കിലും വേണ്ടി വന്നാല് ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ എത്തിയിരിക്കും. ശരി, എന്നാ നമുക്ക് ഇറങ്ങാൻ സമയമായി. ബൈ.